കമ്മ്യൂണിസ്റ്റുകളില്ലാത്ത കേരളത്തെ സംബന്ധിച്ച് ഇയാൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ചിന്തിച്ചിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. എന്തൊക്കെ വിമർശനങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ടെങ്കിലും കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലഘട്ടം മുതൽ ഇന്ന് വരെ കേരളത്തിലെ സമസ്ത മേഖലയുടെയും പുരോഗതിക്ക് വേണ്ടി അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകളും അതുപോലെ തന്നെ പോരാട്ടങ്ങളും ഒക്കെ വിസ്മരിക്കാൻ പറ്റാത്തതാണ്. കേവലം അധികാര കൈമാറ്റത്തിനപ്പുറം അതിന്റെ ദർശനവും വലിയ രൂപത്തിലാണ് വ്യാപിച്ചിരിക്കുന്നത്. ചൂഷണത്തിനും അസമത്വത്തിനും അന്ത്യം കുറിക്കാൻ കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ സമരങ്ങളും ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുള്ളതാണ്. അതൊക്കെ ഇപ്പോൾ ഓരോന്നെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണിത്. EMSന്റെ മന്ത്രിസഭയും അതിനുശേഷം പല ഘട്ടങ്ങളായി അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരുകളും നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകളെ വ്യത്യസ്തരാക്കിയിരിക്കുന്നത്. അതിനുമപ്പുറം മറ്റു ചിലത് കൂടിയുണ്ട് എന്നത് നാം അറിഞ്ഞിരിക്കണം. രക്തത്തിലെഴുതിയ കഥ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലൊരു കഥയാണിത്. പാവപ്പെട്ടു